ലൈവ് അടിപൊളിയാ. ആ. അല്ല ഇവിടെ ബൈപ്പാസിന്റെ പണി നടക്കുന്നുണ്ടേ. ഭയങ്കര ഭയങ്കര റഷാ. അതാണ് ഈ പകല് ലൈവ് ഇടാത്തത്. വെളുപ്പിനെ ലൈവ് ഇട്ട് ആ തീർക്കുന്നത് അതാണ്. ഓക്കെ. ഉം, ഉം, ഉം. ഓക്കെ. ബാക്കി വായിച്ചോ? ഞാനിങ്ങനെ ഓരോ അല്ല ഞാനിങ്ങനെ ഓരോ ലൈവ് ഇവരെല്ലാം കൂടെ അവസാനം എന്നെ ഓടിക്കും. ആണ്ടിനും സംക്രാന്തിക്കും ഉള്ള ലൈവാണ് MC ബ്രോയുടെ ലൈവ് കേട്ടോ. എന്നിട്ട് അടുത്ത ലൈവ് ജാനുവരി 26-ാം തീയതി ഉള്ളു. ഇന്നലെ ഒരു ലൈവ് ഇട്ടതിന് ക്ഷീണം മാറാൻ അത്ര സമയം എടുക്കും. ഇന്നലെ 3 പെൺപിള്ളേര് മാത്രേ ഉള്ളൂ കേട്ടോ അവസാനം. ജമ്പ് ചെയ്ത ഫോണില് ഞാനുണ്ട്, ഹൈറയുണ്ട്, ഫസ്റ്റിലുണ്ട്, പിന്നെ ഒരു കൊച്ചുണ്ട്. ഞങ്ങള് 4 പേരോട് അവിടെ ഇരുന്ന് കത്തിയ ഇക്ക എനിക്ക് ഭക്ഷണം കഴിക്കണം നിങ്ങളൊന്ന് പോ എന്ന് പറഞ്ഞോണ്ട്. ഇറങ്ങി പോ, എന്നാലും വിളിച്ചു പോകത്തില്ല. ഇറങ്ങിപ്പോ എന്നാലും പോവില്ല. പാത്തൂസിന്റെ ഒക്കെ ലൈവ് നായിക്കുട്ടാ, അടിപൊളിയാ. പാത്തൂസ് ഇവിടുന്ന് പാത്തൂസ് ആണെങ്കിൽ ഇവിടുന്ന് ഇക്ക മുളകോടി ഇട്, ഉപ്പിട് ഇവിടുന്ന് പറഞ്ഞു കൊടുക്ക ലൈവിൽ കൂടെ. സത്യം ചെല്ലണ അവിടെ. ഞാൻ ഇക്ക പറഞ്ഞു നിങ്ങൾ ഇക്കാടെ സ്വന്തമായിട്ട് നിന്റെ വീഡിയോ കോൾ ലൈവില് ചെയ്തൊക്കെ സേവ് പറഞ്ഞു ചെയ്തതാ. കൊടുത്താ പോരെ. ഏ ദോശ ഉള്ളിച്ചമ്മന്തി നാഗുന് ഡാഡി. എഴുന്നേറ്റോ കുരുപ്പനി? കമന്റ് വായിക്കാ ഇത്താ. കമന്റ് എവിടെ വായിച്ചേ? അവർ വേറെ കോള് ചെയ്യാറില്ല അന്നമ്മ. ഫുൾ ലൈവാണ്. അതെ അതെ അവര് കോൾ ചെയ്യാൻ അവർക്ക് സമയമില്ല. അവര് ഫുൾ ലൈവിൽ കൂടെ പൊക്കിക്ക്. അതേ പാത്തുന്ന് പറയുന്നുണ്ട്. അടുത്ത ലൈവാ ഇക്ക പിന്നെ രാവിലെ ചക്രാന്റെ ലൈവ് ഇടുള്ളൂ. പാത്തൂസ് എസ്കേപ്പ് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇന്ന് ദോശയാണ് MC ബ്രോന്ന്. അജ്യൂസ് എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട്. നാഗുട്ട കയറിയില്ലേ ചോദിക്കുന്നുണ്ട്. കമന്റ് വൈകിത്ത ദോശ ഉള്ളിച്ചമ്മന്തി നാഗുട്ടാന്ന് വിളിക്കുന്നുണ്ട് MC ബ്രോ പെങ്ങൾ മടത്തിൽ പോയി ചേരട്ടെ. ഇത് പണി കഴിഞ്ഞോ? നാഗുപ്പെങ്ങള് മിക്കവാറും. അഞ്ജലി ഒരു സോങ് പാടുമെന്ന് കിങ്. കണ്ടിന്യൂ സോങ് പോരട്ടെ. എന്താ അഞ്ച് സോങ് പാടാൻ. പാട്ടിട്ടതാ ഞാൻ പാട്ടിട്ടാലേ പാടത്തുള്ളൂ. എനിക്കറിയത്തില്ല. MC ബ്രോ ഒരു പാട്ടിട്ട് കൊടുത്തേ. അല്ല പഴയ പാട്ടൊന്നും. നാഗു കിങ് ഇട്ട് തരും. കിങ് അടിപൊളി പാട്ടിന്റെ ആളാ. കിങ്ങെ പാട്ടിട്ട് കൊടുക്കാൻ ജ്യൂസിന്. നാഗുട്ട യുവമാരുടെ ശല്യം കാരണം മിക്കവാറും ഇത് ചെയ്യേണ്ടി വരും. എന്റെ കണ്ണ് എപ്പോഴും എത്തുന്നില്ല. അതെ അതെ. നാഗു ലിറിക്സ്. നാഗുവോ കിങ്ങോ ആരെങ്കിലും ലിറിക്സ് കൊടുക്ക. അഞ്ച് പാടട്ടെ. അഞ്ചേച്ചി പാടട്ടെ, തകർക്കട്ടെ. ഗേനെ കണ്ടില്ലല്ലോ. മുങ്ങിയോ? ഗേയെ കണ്ടില്ലല്ലോന്ന്. ഗേജിച്ച് വന്നായിരുന്നു. നാഗുട്ട ഞാൻ കുറച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി നടയിരിക്കും. ആനയെ കൊണ്ടിരുത്തണം. അത് വേണ്ടി വരും ഇക്ക ഈ പോക്ക് പോയാ വേണ്ടി വരും. റഷ്യയിൽ പോണം എനിക്ക്. ഇമൂസേ അഞ്ജലി ചേച്ചിന്ന് വിളിക്കുന്നുണ്ട്. റഷ്യയിൽ പോകുന്നതൊക്കെ എന്തിനാന്ന് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയാം. റഷ്യയൊക്കെ അവിടെ നിക്കട്ടെ. ബാക്കി കാര്യം പറ. അതെ ബാക്കി പറ. ഇന്നലെ കേട്ടോ. ഇന്നലെ ഞങ്ങൾ എല്ലാരും ചെന്നിട്ട് ചോദിക്കുക ഇക്ക ആരാ ഇക്ക എന്തോ ഇക്ക മിണ്ടുന്നില്ല. ആരോ ആൾക്കാരുണ്ടെന്ന് മാത്രം ഞങ്ങൾക്ക് അറിയാം. ഞങ്ങള് കണ്ടുപിടിക്കും. റഷ്യക്കാരിയാണെങ്കിൽ ഞങ്ങള് പൊക്കും. നിങ്ങക്ക് മാത്രല്ല ഞങ്ങൾക്ക് റഷ്യ പിടിയുണ്ട്. നാഗൂട്ട ഇവിടെ കുടുംബശ്രീയാണ്. അതെ അതെ എല്ലാവരുടെയും പരദൂഷണം ഞാൻ പറയണു. അതെ അതെ ഇമോസ് ഇതൊക്കെ ഞാൻ പറയുന്ന സത്യമാണ്. ഞാൻ പറഞ്ഞപ്പം 5 ദിവസം നിരസിച്ചോ? ഇല്ല അത് സത്യമാണ്. ഇക്ക നിരസിച്ചോ? ഇല്ല അത് സത്യമാണ്. ഹയർ നിരസിച്ചോ? അത് സത്യമാണ്. ഇതൊക്കെ ഞാൻ ഇവരുടെ ലൈവ് പോയി കണ്ട കാര്യമാണ്. അല്ലാതെ ഞാൻ ഒരു വാക്ക് പോലും എന്റെ കയ്യിൽ നിന്നിട്ടില്ല ഇതിനകത്ത്. ഇഷ്ടം പോലെ പാട്ട് വന്നിട്ടുണ്ട്. പഠിക്കോ? ആനച്ചന്തം പൊന്നാമ്പൽ ചമയം
നിൻ